വെക്കാമെന്ന് കരുതിയപ്പോൾ അങ്ങനെ 2 ആമ്പൽ ചെടികളും നമ്മുടെ പിച്ചിയും കനകാമ്പരമൊക്കെയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് നമ്മുടെ ശ്രീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണേ. അപ്പോൾ എനിക്ക് വിവി പാരസ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ആമ്പലിൻ്റെ തൈകളാണ് തന്നത്. ചെറിയ തൈയാണ്, അത് നമ്മൾ റേറ്റ് കുറഞ്ഞ തൈകളാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ തൈകളാണ് കിട്ടിയത്. പിന്നെ ഞാൻ കട്ടിങ്സും വാങ്ങിയായിരുന്നു കനകാമ്പരത്തിൻ്റെയൊക്കെ. അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പിച്ചി മാത്രമാണ് നമുക്ക് ചെടിയായിട്ട് അങ്ങനെ തന്നെ കിട്ടിയത്. അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിനും ചെറിയ വാട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാനത് നട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീ പ്ലാന്റ്സിൽ നിന്നുള്ള ശ്രീയാണ് എനിക്ക് ഈ വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് കൊറിയർ കിട്ടിയത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു. പക്ഷെ വന്ന അന്ന് തന്നെ ഞാനത് പോയി കളക്ട് ചെയ്തായിരുന്നു. പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ പല യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ചെടികളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് നശിയാത്ത രീതിയിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ എൻ്റെ കൂടെ കൊറിയറൊക്കെ വരുമ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ എൻ്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം കുറച്ച് വേസ്റ്റുകളൊക്കെ എന്തായാലും വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഇനി അകത്തേക്ക് ഇതുണ്ടല്ലോ, പിന്നെ മണ്ണൊക്കെ അകത്താകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്കും വന്നായിരുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇതിൻ്റെ പിച്ചി ചെടിയാണ് കേട്ടോ കാണുന്നത്. പിച്ചി മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ഓർഡർ ചെയ്തത്. എനിക്ക് അത്ര വലിയ പിടുത്തുണ്ടായില്ല ഈ ചെടിയെക്കുറിച്ച്. അപ്പോൾ ഇതിനകത്തൊരു റോസ് കളർ മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൈക്ക്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ചെടികളും ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു. ആ പിച്ചിയുടെ കൂടെ നമ്മുടെ മഞ്ഞ കനകാമ്പരത്തിൻ്റെ കട്ടിങ്സ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനി പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് ഉള്ളത്. അപ്പോൾ ഇത് അടുത്ത കനകാമ്പരമാണ് കേട്ടോ. കനകാമ്പരം നമ്മുടെ സാധാരണ നോർമൽ ഓറഞ്ച് കളറിലുള്ള കനകാമ്പരം തന്നെയാണ്. നോക്കാം നമുക്ക്. പക്ഷെ അതിനകത്ത് മണ്ണോട് കൂടിയല്ലായിരുന്നു എന്ന് തോന്നുന്നു. ജസ്റ്റ് ചകിരിച്ചോറ് വെറുതെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു തോന്നുന്നു. അടുത്ത് ഞാൻ വാങ്ങിയത് എവർഗ്രീൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മുടെ ഡാലിയയുടെ 5 കിഴങ്ങുകൾ വാങ്ങിയായിരുന്നു. 5 വെറൈറ്റി ഡാലിയയുടെ കിഴങ്ങുകളാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കിഴങ്ങുകൾ കണ്ടപ്പോൾ എനിക്ക് അത്ര ഹെൽത്തി ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഡാലിയയുടെ ചെടി നമ്മൾ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. പക്ഷേ കിഴങ്ങ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇത്, പക്ഷേ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ നടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും നട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചെടികളുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്.